ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വ്ളോഗിങ് ഒക്കെ എന്താ പറയുക അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു വ്ളോഗിങ് ഒക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക ഇത് എവിടേക്കാ പോകുന്നോ അങ്ങനെ ഒരു ഇതില്ല. ഓക്കെ, എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ കൂടെയാണ് ഞാൻ പോകുന്നത്. സോ അവനാണ് ഇതിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എവിടെയാണെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ എനിക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാനത് പറയുന്നുമില്ല. പക്ഷേ ഈ ഒരു ലൊക്കേഷൻ എങ്ങനെയുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഇത് സേഫ് ആണോ ഇല്ലയോ എന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾ കമന്റ് ഇടുകയാണെങ്കിൽ അടുത്തൊരു വീഡിയോ ഇതിന്റെ ബേസ് ആയിട്ട് ഇടുന്നതായിരിക്കും. മാത്രമല്ല ഈ ഒരു വീഡിയോ എനിക്ക് ഈ ഒരു ഏരിയ ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോന്നും എനിക്ക് അറിയില്ല. കാരണം ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് അത്രയ്ക്കും കുറച്ച് എന്താ പറയാ ഫോറസ്റ്റ്, അത്രയും ഡീപ്പ് ഫോറസ്റ്റ് ആണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ആന, പുലി അങ്ങനെയുള്ള സാധനം, പുലിന്റെ അങ്ങനെ ഇല്ല എന്നാണ് പറഞ്ഞത്, പക്ഷെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെയാണ് അറിഞ്ഞത്. അപ്പോൾ ആന ഇവിടെ എന്തായാലും ഇറങ്ങും. ഓക്കെ, ഇറങ്ങുന്നതാണ് എന്നൊക്കെയാണ് കേട്ടത്. അപ്പോൾ ആന ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഇനിയും ഒരു 3 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം ആന ഇറങ്ങുന്ന ഒരു ടൈം ആവും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് റിട്ടേൺ തിരിക്കുകയും വേണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ വല്ല സീനോ അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക ആനയോ അങ്ങനെ വല്ലതിൻ്റെയും സിഗ്നേച്ചർ അല്ലെങ്കിൽ സൈൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആരും ഇത് അനുകരിക്കാൻ ശ്രമിക്കരുത്. ഓക്കെ, അപ്പോൾ എന്താ പറയുക ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ മാക്സിമം എന്താ പറയുക കുറച്ച് വൈൽഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് പൊതുവേ കുറച്ച് വൈൽഡ്നസ് പേടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവനുള്ള ധൈര്യത്തിലാണ് ഞാൻ പോകുന്നത്. ഓക്കെ, ഇവൻ ഇവിടെ തന്നെ ആയതുകൊണ്ട് തന്നെ ഇവന് ഇവിടുത്തെ ഏകദേശമുള്ള എല്ലാം അറിയാം. ഇവൻ ഈ വഴി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇത്ര ധൈര്യത്തിൽ ഇടുന്നത്. അപ്പോൾ ഏതായാലും ഗൈസ് ആന വരുന്ന ടൈം ആവണതിന് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. ഓക്കെ, റോഡാണെങ്കിൽ കുറച്ച് അത്യാവശ്യം ഓക്കെയാണ്, പക്ഷെ കാറൊന്നും പോവില്ല. കാറ് ശ്രമിച്ചാൽ ഒരു 4x4 ഒക്കെ പോവായിരിക്കും, പക്ഷെ ഒരു ലെവല് വരെയൊക്കെ പോകുന്ന തോന്നുന്നു. കാരണം ചില വഴികളൊക്കെ കുറച്ച് അത്യാവശ്യം എന്താ പറയാ വീതി കമ്മിയായതാണ്. ഓക്കെ, ഇത് എന്താ പറയാ എന്താ പറയാ ചെടികളൊക്കെ അങ്ങനെ കൂടി നിന്ന് ഇതിൻ്റെ ഉള്ളിൽ വല്ലാതെ നിന്നാൽ തന്നെ അറിയില്ല, അത്രയ്ക്കും വൈൽഡി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഓക്കെ, വഴി അത് നടന്നുണ്ടായൊരു വഴി പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താ പറയാ ഇപ്പം പറയുന്നു ഞാൻ അതിൽ വണ്ടി ഓടിക്കുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മൾ എന്താ പറയാ അത്രയും വൈൽഡിന്റെ ഡീപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. അത്രയും പീക്ക് എന്നൊക്കെ പറയില്ലേ, പീക്ക് ലെവൽ എന്നൊക്കെ പറയില്ലേ, അത്രയും എന്താ പറയുക വൈൽഡിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ഇത് എത്രത്തോളം സേഫ്റ്റി ആണെന്നൊന്നും അറിയില്ല. ഇത്രയും എന്താ പറയാ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു റൂട്ടിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൺജസ്റ്റഡ് നമുക്ക് കാലിയൊക്കെയുള്ള സ്ഥലമൊക്കെ ഉണ്ട്, പക്ഷെ 2 സൈഡും ചെടികളും എന്താ പറയാ നമുക്ക് ഒരുപാട് ടൈം ഇല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ എത്തണം. അതുമാത്രമല്ല ആന ഇറങ്ങുന്ന ഒരു ടൈം ആവാനായി. ഓക്കെ, അപ്പോൾ ഇരുട്ടി തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിട്ടേൺ തിരിക്കും വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം വീഡിയോ ഫാസ്റ്റ് ആക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഗൈസ് അവിടെ ഒരു മരം വീണ് കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുമോ എന്ന് അറിയില്ല. ഇത് ക്രോസ് ചെയ്ത് നമുക്ക് എന്തായാലും നടന്നു പോകാൻ പറ്റില്ല, കാരണം ഞങ്ങൾക്ക് റിട്ടേൺ പെട്ടെന്ന് തന്നെ വരുവും വേണം. സോ ഗൈസ് ഒരുപക്ഷെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ ഇപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയായാലും ഈ ഒരു ഫുൾ പ്ലേസ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അതുവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.